രക്തസാക്ഷിയെ വിറ്റ് CPMന്റെ നേതാക്കൾ തിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത്. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മധുസൂദനൻ ഈ പറയുന്ന ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള ഗുരുതര ആരോപണം. CPMന്റെ നട്ടലിളക്കുന്ന പരിപാടിയാണല്ലോ. അതൊരു വലിയ ആരോപണമാണോ ഇപ്പോൾ CPMനെ സംബന്ധിച്ച്? 46 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക, ചെറിയൊരു എമൗണ്ട് അല്ലേ. CPMനെ സംബന്ധിച്ചിപ്പോൾ അത് 46 ലക്ഷമോ ഒരു 46 കോടിയോ എന്നൊരു വലിയ വിഷയം അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ വിഷയമാവേണ്ട കാര്യമില്ല. കാരണം CPM ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു പുരിയോ ഒന്ന് ഉയർന്നു പോകുമെന്ന് സംശയമുണ്ട് അല്ലേ. കാരണം CPM അല്ലേ, സ്വാഭാവികമാണ്. 46 ലക്ഷം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു നേതാക്കളെ കുറിച്ചൊരു കുറച്ചിലായിരിക്കും തോന്നുക. എന്നാൽ ഈ വി കുഞ്ഞികൃഷ്ണൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് തോന്നുന്നു, പ്രവർത്തകനും നേതാവും. കാരണം ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെ സംഭാഷണമൊക്കെ കണ്ടറിയാം. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഏതോ വളരെ ഉദാത്തമായ മൂല്യത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, നമ്മുടെ ഒരു പഴയ ഒരു രൂപമുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, ഒരു പട്ടിണിയൊക്കെ സ്വയം ഏറ്റുവാങ്ങുന്ന, ധനികനാണെങ്കിലും പട്ടിണി ഏറ്റുവാങ്ങുക എന്നുള്ളതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷണമായിട്ട് കണ്ടിരുന്നു. അത് ശരിയല്ല എങ്കിൽ പോലും അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അവിടെ ചില മൂല്യങ്ങളോടുള്ള സംഗതികളും ഇന്ന രീതിയിലേ ജീവിക്കാൻ പാടുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ആയിരിക്കണം, അവൻ്റെ കൂട്ടുകെട്ടുകൾ ഇങ്ങനെ ആയിരിക്കണം, അവൻ്റെ ചിന്താ രീതികൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സമീപനം അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ആ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സ്വഭാവത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു അതിശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ അദ്ദേഹം പറയുന്നത് എല്ലാം കൂടെ ഒരു TI മധുസൂദനൻ ഈ ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയും പിന്നെ വേറെ മറ്റ് ചില ഫണ്ടുകൾക്ക് പിരിച്ചേണ്ട 1 കോടിയോളം റുപ്യ പിരിച്ചെടുത്തു, തിരിമറി നടത്തി, 46 ലക്ഷത്തിന് തിരിമറി നടത്തി എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഈ 46 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് വലിയൊരു എമൗണ്ടായിട്ട് തോന്നിപ്പോൾ. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന സമയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയങ്ങൾ അറിയാം. കണ്ണൂരുള്ള എല്ലാ നേതാക്കന്മാർക്കും ഈ വിഷയങ്ങൾ അറിയാം. അതേപോലെ തന്നെ EP ജയരാജൻ്റെ എന്നെ റിസോർട്ട് വാങ്ങിയത് EP ജയരാജൻ്റെ പണമിടപാടുകളെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഈ അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് എൻ്റെ കേരളത്തിൽ മറ്റുള്ള സ്ഥലത്ത് എൻ്റെ ബോധ്യത്തിലില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ കണ്ണൂരിലെ സംഗതികളെല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനിത് ബന്ധപ്പെട്ടവരുടെ എല്ലാം ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ എല്ലാവർക്കും ഇത് അറിയാം, പിണറായി വിജയനും അറിയാം. ബാക്കിയുള്ളിടത്ത് പാർട്ടി പറയുന്നത് വിശ്വസിക്കാനാണ് പാർട്ടി. അതെ, എന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ആരോപണമോ ഇങ്ങനെയുള്ള സംഗതി എന്തോ വരുവാണെങ്കിൽ പാർട്ടി 2 തരം കമ്മീഷനുകൾ വയ്ക്കും. ഒരു കമ്മീഷനെ വയ്ക്കുന്നത് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അത് അവരെ വെള്ളപൂശാനായിട്ടുള്ള ഇതായിരിക്കും. അതല്ല, മറ്റൊരു കമ്മീഷനുണ്ട്. ആ കമ്മീഷനെ വെച്ചിട്ട് എന്തെങ്കിലും നിൽക്കക്കളി ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വേറൊരു കമ്മിറ്റിയിലേക്ക് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തി രക്ഷപ്പെടുത്തുക. അപ്പോൾ ഈ ഒന്നുകിലും വെള്ളപൂശൽ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തൽ, ഇതിനു വേണ്ടിയാണ് ഈ പാർട്ടി കമ്മീഷൻ എന്നാണ് അദ്ദേഹം പറയുന്ന സംഗതി. മാത്രമല്ല പാർട്ടിക്ക് പ്രത്യേക കോടതി ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണല്ലോ CPMനുള്ളത്. തീവ്രത അളക്കാൻ യന്ത്രം. അതെ, അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പാർട്ടിയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു ജീർണതയുടെ ഒരു കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ട ഒരു ചെറിയ സംഗതിയാണത്. ഇപ്പോൾ 46 ലക്ഷം 1 കോടി എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിക്കാർക്കുള്ളിലുള്ള അല്ല പല കണ്ണൂരുള്ള തന്നെ പല പാർട്ടി നേതാക്കൾക്കും ചിരിയൊക്കെ വരും. ഇയാൾ ഈ ആവശ്യമില്ലാത്ത കാശിന് ചെറിയൊരു കാശിൻ്റെ കാര്യമല്ല ഉള്ളൂ, ഒരു 46 ലക്ഷത്തിൻ്റെയൊക്കെ പ്രശ്നം എടുത്ത് ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അത് മൊത്തത്തിലുള്ളൊരു ജീർണതയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു. അദ്ദേഹം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പാർട്ടിയിൽ എങ്ങനെയാണ് നേതൃത്വത്തിലേക്ക് ആൾക്കാർക്ക് വരിക, നേതൃത്വത്തിലേക്ക് പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവരെങ്ങനെയാണ് തൊട്ട് മുകളിലുള്ള നേതാക്കന്മാരെ പ്രീണിപ്പിച്ച് നേതൃസ്ഥാനത്തേക്ക് എത്തുക, ആ പ്രീണനത്തിന് എന്തൊക്കെയാണ് ആവശ്യമായ ഘടകങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നിറവേറ്റിക്കൊണ്ട് നേതൃത്വത്തിലേക്ക് വരിക. അപ്പം ഇത് മുഴുവൻ ഈ കാണിക്കുന്നത് ഈ ഒരു തരം ജീർണതയാണ് കാണിക്കുന്നത്.
അത് കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പാണ് ഒരു ബ്രഹ്മഗിരി സഹകരണ സംഘത്തിലെ ഒരു ജീവനക്കാരൻ വലിയൊരു ആക്ഷേപം ഉന്നയിച്ചത്. അതായത് ബ്രഹ്മഗിരി ഇപ്പം CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളൊരു സഹകരണ ബാങ്കാണ്. അത് കുറേ നാളായിട്ട് അത് ആരോപണങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് പിന്നെ ഒരു 2 തവണയായിട്ട് 2 ചാക്കിൽ നോട്ടുകെട്ടുകൾ ഈ ബാങ്കിൽ കൊണ്ടുവരികയും ആദ്യം അത് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് പിന്നെ ബ്രഹ്മഗിരി അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിൻ്റെ പടം ഉൾപ്പെടെയാണ് ഈ നൗഷാദ് എന്ന് പറയുന്ന ജീവനക്കാരൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും അന്വേഷണ ഏജൻസി വരികയാണെങ്കിൽ ഞാൻ ഈ തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്, തനിക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്, ഏതൊക്കെ ജീവനക്കാരുടെ പേരിലാണ് ഈ പണം നിക്ഷേപിക്കപ്പെട്ടത്, എങ്ങനെയാണ് പിന്നീട് അത് മാറ്റിയത്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ അതുപോലും ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് 2 ചാക്കിനകത്ത് കൊണ്ടുവന്ന് നോട്ട് കെട്ടുകളാണ്. ഒരു ചാക്ക് കെട്ടിൽ നോട്ടിൻ്റെ പടം സഹിതമുണ്ട്. പക്ഷേ അതുപോലും കേരളത്തിൻ്റെ ടെലിവിഷൻ ചാനലിലൊക്കെ വന്ന വാർത്തയാണ്. പക്ഷേ അതും കേരളത്തിലൊരു വലിയ ചർച്ചയോ അങ്ങനെ സംഭവം ഉണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല? അത് ഈ പറയുന്ന 46 ലക്ഷത്തേക്കാൾ കൂടുതലുണ്ട്. ഒരെണ്ണത്തിൽ എനിക്ക് ഒരു ചാക്കിനകത്ത് 70 ലക്ഷമായിരുന്നു തോന്നുന്നു. ആ 70 ലക്ഷത്തിൻ്റെ ഒരു ചാക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയിട്ട് ബാങ്കിലേക്ക് പിന്നെ നിക്ഷേപിച്ച് വെളുപ്പിക്കുന്നു. ഇങ്ങനെ കടന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു വാർത്തയല്ലാതായി മാറിയിരിക്കും. അതെ. ഇപ്പോൾ CPM സംബന്ധിച്ചിട്ടൊന്നും കേരളത്തിലെ ഏറ്റവും വലിയ ഈ സംസ്ഥാന സർക്കാർ പണമില്ലാതെ കടന്ന് എന്താ പറയുക ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ഇപ്പം അവരുടെ വർക്കേഴ്സിൻ്റെ സമരം നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ വളരെ ഞെരുങ്ങുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അത് നമ്മൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. പലരും നമ്മുടെ ഈ കേരളത്തിലെ ഈ മിഡിൽ ക്ലാസ് മധ്യവർത്തി സമൂഹം ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്ത് പലർക്കും ഈ ഉള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ ഭയങ്കര മടിയാണ്. ഈ കഷ്ടിച്ച് മുട്ടി പോകുന്നൊരു വിഭാഗം ഇപ്പം വലിയൊരു വിഭാഗമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കിട്ടുന്ന കാശ് വളരെ വലിയ ശമ്പളമൊന്നുമില്ല. ശമ്പളത്തിൻ്റെ ഒരു തോതെന്ന് പറയുന്നത് സാധാരണ ഒരു ശമ്പളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10-നും 15-നും 20-നും ഇടയ്ക്കാണ് കൂടുതൽ ആൾക്കാരും കേരളത്തിൽ പല ജോലികളിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് വാഹനം മെയിൻറ്റെയിൻ ചെയ്യണം, ഭക്ഷണം കഴിക്കണം, വസ്ത്രം നല്ലോണം ധരിക്കണം, ഫോണിൻ്റെ റീപേയ്മെൻ്റ് ഉണ്ടാവും, മറ്റ് EMIകളുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ നിവർത്തിച്ചിട്ട് പോകുന്ന ഒരു മധ്യവർത്തി സമൂഹം കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് വല്ലാണ്ട് ഞെരുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഈ വസ്ത്രവും രീതിയും പുറമേ കാണുന്ന ആ ഒരു മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഒരു അഭിമാനവും ഒക്കെ വെച്ചിട്ട് പലരും ഇത് പറയാതെ ഞെരുങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഇപ്പോൾ ആശാവർക്കർമാരുടെ അവരെ പോലെയുള്ള ഒരു വിഭാഗം ഇതിനിടയ്ക്ക് വരുന്ന ഈ അസംഘടിത മേഖലയിലുള്ള കുറേ സ്ത്രീകളുണ്ട്. അവരുടെ ജീവിതം ശരിക്കും നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യപാനം ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിലെ ഭർത്താക്കന്മാർ ഈ കിട്ടുന്ന കാശ് മുഴുവൻ മദ്യപിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇപ്പം മദ്യത്തിന് നല്ല വിലയാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്കാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുകയും വേണം, മറ്റുള്ളവരുടെ കണക്കുള്ള എല്ലാ പുതിയ കോഴ്സുകൾക്കും വിടണം, അല്ലെങ്കിൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾക്ക് വിടണം. അപ്പോൾ അതൊക്കെ ഭാരിച്ച ചിലവുമാണ്. അവർക്കും ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും, മൊബൈൽ ഫോൺ വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഞെരുങ്ങുന്നൊരു സമൂഹമുണ്ട്. ആ സമൂഹവും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഉപരിവർഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അതേപോലെ രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് ഭദ്രത അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. വിശേഷം CPM താഴേക്കിടയിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ഭാരവാഹി തൊട്ട് അതിസമ്പന്നരായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ഈ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലം വരെ ഇടയ്ക്കിടയ്ക്ക് ബക്കറ്റ് പിരിവുണ്ടായിരുന്നു വീടുകളിൽ കയറിയിട്ട്. പക്ഷേ ഇപ്പോൾ ആ ബക്കറ്റ് പിരിവ് ഇല്ലാണ്ടായിരിക്കുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ബക്കറ്റുമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എത്ര രൂപ കിട്ടാനാ? ഇതതിൻ്റെ ആവശ്യമില്ല. ഇപ്പം താഴെ ഏറ്റവും താഴെ ലോക്കൽ കമ്മിറ്റി തൊട്ടുള്ള ഈ ഭാരവാഹികളെല്ലാം അതിസമ്പന്നരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വലിയൊരു വിഷയമല്ല. CPM നിലവിലുള്ള അവസ്ഥയിൽ ഒരു സാധാരണ രീതി മാത്രമാണ്. അത് ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് അവിടെ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന
ഈ തിരിമറികളിൽ വെച്ച് ഏറ്റവും ചെറിയൊരു സംഗതിയാകാനേ വഴിയുള്ളൂ. ഇതുവരെ നമ്മൾ CPM സംബന്ധിച്ചിടത്തോളം സ്വർണവും അത്തരത്തിലൊരു വലിയ ആരോപണങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ല, ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഗതി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കോടി 1000 കോടി അതെ, എന്നാൽ പോലും വലിയൊരു വിഷയമല്ല. അതിനിടയ്ക്കാണ് ഈ 46 ലക്ഷം 70 ലക്ഷം 1 കോടി 2 കോടി എന്നൊക്കെ പറയുന്നത് CPM പ്രാദേശിക നേതാക്കൾക്ക് പോലും വളരെ ആക്ഷേപകരമായ കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വാർത്തയായിട്ട് പോകും. അതിൽ ചർച്ച ചെയ്യാൻ തന്നെ ചിലപ്പോൾ തയ്യാറായില്ലെന്നിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റി എന്നൊരു വിഷയം മാറ്റി നിൽക്കും. അദ്ദേഹത്തിന് എനിക്ക് നല്ല പ്രായമുള്ള മനുഷ്യനുമാണ്. അദ്ദേഹം ഇത് രണ്ടും കൽപ്പിച്ചിട്ടായിരിക്കും അതെ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.